ഈ ഹംദും ബിസ്മിയും ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഇനി മൂപ്പർ പറയുന്നത് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ഷഹാദതൻ തുദ്ഖിലുനാ ദാറൽ ഖുലൂദ് വഅശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വാഹിബുൽ മഖാമിൽ മഹ്മൂദ്. രണ്ട് ഷഹാദത്ത് കലിമയാണ്. അള്ളാഹുവിന്റെ തൗഹീദിനെ വിളംബരം ചെയ്യുന്ന ഷഹാദത്തും റസൂലുള്ളാഹിന്റെ റിസാലത്തിനെയും പ്രവാചക ദൗത്യത്തെയും വിളംബരം ചെയ്യുന്ന ഷഹാദത്തും. ഇങ്ങനെ രണ്ട് ഷഹാദത്തുകൾ. നമ്മുടെ ഷഹാദത്ത് കലിമ ഇത് എന്തിനാ ആമുഖത്തിന് കൊണ്ടുവരുന്നത്? കുല്ലു ഖുതുബത്തിൻ ലൈസ ഫീഹാ തശഹുദുൻ ഫഹിയത്തിൽ യദിൽ ജദ്മാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊരാമുഖമാണെങ്കിലും ആ ആമുഖത്തിന്റെ അകത്ത് തൗഹീദിന്റെ ഷഹാദത്ത് പ്രഖ്യാപനമില്ലെങ്കിൽ, റിസാലത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ഷഹാദത്ത് വാചകമില്ലെങ്കിൽ അത് കുഷ്ഠം പിടിച്ച കൈ പോലെ വെറിപൂണ്ടതാണ്, ബർക്കത്ത് പറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കുഷ്ഠം പിടിക്കരുതല്ലോ ഈ കിതാബ്. ഈ കിതാബിന് കുഷ്ഠം പിടിക്കരുത്, ഇത് ഓതുന്നവർക്കും കുഷ്ഠം പിടിക്കരുത്, അതൊക്കെ ബർക്കത്തുള്ളവരായിട്ട് മാറണമെന്ന നിലക്ക് പറയുന്ന രണ്ട് ഷഹാദത്തിന്റെ വാചകമാണ് ഈ വാചകം. ഇതെല്ലാവർക്കും അറിയുന്ന തന്നെ നമ്മൾ എപ്പോഴും ചൊല്ലുന്നത് വഅശ്ഹദു, ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന അള്ളാഹുവിന്റെ തൗഹീദ് ഉറക്കെ പ്രഖ്യാപിക്കും. നമ്മളിങ്ങനെ ഉറക്കെ പ്രഖ്യാപിച്ചാൽ മതി. അതോ പ്രഖ്യാപിക്കുന്നത് നമ്മളെ മനസ്സിൽ തൗഹീദ് ഇങ്ങനെ എപ്പോൾ ഉറപ്പിക്കാനാണ്? നമ്മൾ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ നാടിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ചെല്ലുന്നത് ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണ്, ഇസ്ലാമിന്റെ വിളംബരം. അള്ളാഹു ഏകനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, അള്ളാഹു ഏകനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ പ്രഖ്യാപിക്കുകയെന്ന് പറഞ്ഞാല് എല്ലായിടത്തും പറ്റൂല. ഇവിടെ കാട്ടിരിക്കും ആൾക്കാർ വെടിയേറ്റ് വരുമല്ലോ. മറ്റു സമുദായക്കാരും പൊതുസമൂഹങ്ങളും ഒക്കെ നോക്കുമ്പോ ബഹുവിധ സമൂഹങ്ങൾ നിലകൊള്ളുന്ന നാട്ടിൽ പോയിട്ട് നിങ്ങളെല്ലാവരും ഷഹാദത്ത് കലിമ അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾക്ക് പറ്റൂലല്ലോ. അപ്പൊ അതിന് അള്ളാഹു നിർബന്ധിക്കുന്നില്ല. അള്ളാഹു നമ്മോട് പറയുന്നത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ 5 നേരം പള്ളിയിൽ നിന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിങ്ങനെ വിളംബരം ചെയ്ത് എല്ലാവരുടെ മുമ്പിലും ഈ ഷഹാദത്ത് കലിമ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കാൻ 5 നേരവും ശറഅാക്കിയിരിക്കുകയാണ് അല്ലാഹു തആല. നമുക്കും ഇത് ഇടക്കിടക്ക് ചെല്ലാണ്ട്, ഊതുണ്ടാക്കിയതിന് ശേഷം ചെല്ലാണ്ട്, അങ്ങനെ പല സമയത്തും ചെല്ലാണ്ട്, അതിന് കിതാബിന്റെ ആമുഖത്തിലും ഇത് ചൊല്ലിയാൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചൊല്ലുന്നതാണ് ഷഹാദത്ത്. അപ്പൊ ഞാൻ ഈ പ്രഖ്യാപനം പ്രഖ്യാപിക്കുന്നു, ഷഹാദതൻ തുദ്ഖിലുനാ ദാറൽ ഖുലൂദ്. ഈ ഒരു പ്രഖ്യാപനത്തിന്റെയും ഷഹാദത്തിന്റെയും ഫലം എന്താണ്? ഇത് ചൊല്ലുന്ന ആളുകൾ ഇത് ചൊല്ലിയത് കൊണ്ട് നമ്മൾ ഇത് ചൊല്ലി വിശ്വസിച്ചു കൂടിയ എല്ലാ ആളുകളെയും അല്ലാഹു ദാറുൽ ഖുലൂദ് എന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. പട്ടായ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അള്ളാഹിന്റെ തൗഹീദ് അംഗീകരിക്കുന്ന ഏതാളെയും അല്ലാഹു തആല ദാറുൽ ഖുലൂദ് എന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹു ആ പ്രവേശനം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. പാപികളായ ആളുകളാണെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നാലും അവർക്ക് തെറ്റുകുറ്റത്തിന് അള്ള പൊറത്തിട്ടില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവും. പൊറത്താലും ശിക്ഷ ഉണ്ടാവില്ല. പൊറുക്കാനാണ് നമ്മൾ ആൾക്കാർക്ക് പലതും ചെയ്യുന്നത്. സുന്നത്ത് വർദ്ധിപ്പിക്കുന്ന അതിനാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന അതിനാണ്, എല്ലാം പൊറുക്കാൻ അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ഇനി പൊറുക്കാതെ വല്ലവർക്കും ശിക്ഷയുണ്ടെങ്കിലും ആ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം വിശ്വാസികളാണെങ്കിൽ തൗഹീദ് സ്വീകരിച്ച ഷഹാദത്ത് കലിമ ചൊല്ലി എല്ലാവരും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഇത് അനിവാര്യമാണ്. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും ഒരാൾ ചെയ്തു, അതിലേറെ നല്ല നന്മകളും ചെയ്തു, പക്ഷെ ഷഹാദത്ത് കലിമ ചൊല്ലിയില്ല, എന്നാ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഒരാളും മൂമിനാവൂല്ലോ. നമ്മൾ ജന്മനാ മുസ്ലിം ആയതുകൊണ്ട് അത് ഇടക്കിടക്ക് പുതുക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇസ്ലാം അല്ലാത്തീന്ന് വരികയാണെങ്കിൽ ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ലെങ്കിൽ അയാൾക്ക് സ്വർഗം കിട്ടൂല. എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല. ചില ആളുകളെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ വലിയ നന്മക്കാരാണ്, നല്ല മനുഷ്യന്മാരും വിചാരിച്ചു, ഔലിയാക്കന്മാരെ മാതിരി നല്ല ജീവിതം ജീവിച്ച വലിയ 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 രാഷ്ട്രീയ നേതാക്കന്മാര്, വലിയ വലിയ ആളുകളൊക്കെ നമ്മൾ കേൾക്കും. പക്ഷേ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ലെങ്കിൽ സ്വർഗക്കാരാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അത് പറയാൻ പറ്റില്ല. അത് അള്ളാഹുവും റസൂലും പ്രഖ്യാപിച്ചതാണ്. ഷഹാദത്ത് കലിമ വലിയ മുവഹിദീങ്ങളായാലാണ് സ്വർഗം. അപ്പൊ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഒറ്റ കലിമയാണ് ഈ ഷഹാദത്ത് കലിമ. അത് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു എന്നാണ് അല്ലാഹു തആലയുടെ ഏകത്വം പറയുന്ന ഷഹാദ. തൊട്ടടുത്ത് വഅശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വാഹിബുൽ മഖാമിൽ മഹ്മൂദ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന നമ്മളുടെ യജമാനർ അള്ളാഹുവിന്റെ തിരുദാസനും അതോടൊപ്പം അള്ളാഹുവിന്റെ തിരുദൂതരുമാകുന്നു.
മഖാമും മഹ്മൂദ്, എല്ലാവരും വാഴ്ത്തുന്ന മഹത്തായ സ്ഥാനത്തിന്റെ ഉടമയുമാവുന്നു. അത് ആർക്കുമില്ല. മഹത്തായ സ്ഥാനം, എല്ലാവരും വാഴ്ത്തുന്ന. നമ്മുടെ യജമാനൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അള്ളാഹുവിന്റെ തിരുദാസരും റസൂലുമാണ് എന്ന് പറഞ്ഞിട്ട് നബിയുടെ വാഴ്ത്തയിൽ ഒരു വലിയ പ്രകീർത്തനം നടത്തുന്നത് സ്വാഹിബുൽ മഖാമിൽ മഹ്മൂദ്, എല്ലാ സൃഷ്ടികളും വാഴ്ത്തുന്ന ഒരു മഹത്തായ സ്ഥാനം ഉടയവരാണ് നബി. മുൻഗാമികളും പിൻഗാമികളുമായ എല്ലാവരും നബിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സ്ഥാനം. അത് മഹ്ശറിൽ നിൽക്കുമ്പോൾ എല്ലാരും കൂടി വിയർപ്പിൽ കുളിച്ച് നിൽക്കുമ്പോഴുള്ള ശഫാഅത്തിന്റെ അധികാരമാണ്, വലിയ ശഫാഅത്ത്. ആ ശഫാഅത്ത് ഇല്ലെങ്കിൽ മഹ്ശറിൽ കോലങ്ങളോളം നിൽക്കുകയാണ്, ധാരാളം വർഷങ്ങളുടെ സ്ഥാനം നിൽക്കുക. ഇതിൽ നിന്ന് രക്ഷ കിട്ടിയെങ്കിൽ ആളുകൾ പറയുന്നിടത്ത് അള്ളാന്റെ മുമ്പിൽ അതൊന്ന് പറയാൻ, റെക്കമെൻഡ് ചെയ്യാൻ അള്ളാന്റെ റസൂലിന് മാത്രമാണ് അള്ളാഹു അധികാരം നൽകിയത്. അതിന് നബിന്റെ അടുത്തേക്ക് നമ്മൾ എത്താൻ ഒരുപാട് സമയം പിടിക്കുമെന്നൊക്കെ നമ്മൾ വയതിൽ കേട്ടിട്ടുള്ളൂ. ആ ഒരു സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ എല്ലാ പടപ്പോടും കൂടി എല്ലാ ഉമ്മത്തും കൂടി എത്തുന്ന നേരത്തെ നബി ഞാൻ തന്നെയാണ് അതിന്റെ ആള് എന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹു നിശ്ചയിച്ച അർശിന്റെ ചുവട്ടിൽ അള്ളാഹു നിശ്ചയിച്ച പദങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യും, അള്ളാഹിനോട് അപേക്ഷിക്കും. ആ അപേക്ഷയെ തുടർന്നാണ് അള്ളാഹു തആല വിചാരണ ആരംഭിക്കുക. ഈ ഒരവസ്ഥ കഴിച്ചിലായി കിട്ടി, വല്ലാത്തൊരവസ്ഥ. തന്നെ നബിനെ സ്തുതിക്കാത്ത ആരും ഉണ്ടാവില്ല. മുൻഗാമികളും പിൻഗാമികളുമായ എല്ലാവരും നബിയെ വാഴ്ത്തും. ആ വാഴ്ത്തുന്ന മഹത്തായ പദവി റസൂലുള്ളയല്ലാതെ ഒരു പടപ്പിനുമില്ല, ഒരു നബിക്കുമില്ല, ഒരു മലക്കിനുമില്ല, ഒരാൾക്കുമില്ല. ആ സ്ഥാനമുള്ളവരാണ് റസൂലുള്ള എന്ന് നബിനെ വാഴ്ത്തിക്കൊണ്ടാണ് നബിനെ പറ്റിയുള്ള ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നത്. ഇത് കഴിഞ്ഞ ശേഷം സ്വല്ലല്ലാഹു വസല്ലമ അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അംജാദ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിലും അവിടുത്തെ ബന്ധുക്കളുടെ മേലിലും അവിടുത്തെ സഹയാത്രികരായ സ്വഹാബിമാരുടെ മേലിലും അള്ളാഹു തആല സ്വലാത്ത് വർഷിക്കട്ടെ, സലാമും വർഷിക്കട്ടെ എന്ന് അള്ളാഹു തആല കൽപ്പിച്ച സ്വലാത്തും സലാമും ചൊല്ലാണ്. അപ്പൊ ബിസ്മി, ഹംദ്, ഷഹാദത്ത് കലിമകൾ, അതിന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സ്വലാത്ത്, ഇത് ആമുഖത്തിൽ കൊണ്ടുവരെ അനിവാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ആ ഘടകങ്ങളൊക്കെയും അവർ കൊണ്ടുവന്നു. സ്വലാത്തും സലാമും ചൊല്ലുന്നതിനെ പറ്റി പിന്നെ ഒന്നുകൂടി അത് പറയാം. സ്വലാത്തും വസലാമൻ, ഞാനൊരു സ്വലാത്താണ് ചൊല്ലുന്നത്, വസലാമൻ ഒരു സലാമുമാണ് ഇവിടെ കുറിച്ചത്. അഫൂസു ബിഹിമാ യൗമൽ മആദ്, നമ്മളെല്ലാവരെയും അല്ലാഹു തആല മടക്കുമ്പോ, പരലോകത്ത് മടക്കുമല്ലോ ജീവിച്ചു ഭരിച്ചതിന്റെ ശേഷം, ആ മടക്കുന്ന നാളിൽ ഈ സ്വലാത്ത് സലാമിന്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ വിജയിക്കും. റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന സ്വലാത്ത് സലാം കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ വിജയിപ്പിക്കട്ടെ. സ്വലാത്തും ഇങ്ങനെ ചൊല്ലി വർദ്ധിപ്പിച്ച ആളുകൾക്ക് അള്ളാഹിന്റെ റസൂലിന്റെ പ്രത്യേക ശഫാഅത്ത് കിട്ടും. റസൂലുള്ളാഹിന്റെ അടുപ്പക്കാരായിട്ട് അവർ മാറും. അങ്ങനത്തെവരൊക്കെ അള്ളാഹുവിന്റെ ഉപരി വിജയികളായി മാറും. അപ്പൊ ആ വിജയം കിട്ടുന്ന സ്വലാത്തും സലാമുമാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത്, രേഖപ്പെടുത്തുന്നത് എന്ന് പ്രത്യേകം സ്വലാത്തും സലാമും രേഖപ്പെടുത്തി. ശേഷം പിന്നെ ഉപരി ഇതിന്റെ ചെറിയ വിവരണമാണ്. ബിസ്മി ഹംദു സ്വലാത്തു സലാമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഫഹാദാ ശർഹും മുഫീദുൻ, ഇത് നല്ല ഉപകാരപ്രദമായ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു വിവരണമാണ്. അലാ കിതാബിൽ മുസമ്മാ ബി ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ, ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ എന്ന പേരിൽ ഞാൻ എഴുതിയ ഒരു കിതാബിന് ഞാൻ കുറിക്കുന്ന വിവരണമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ കുറഞ്ഞ 10-20 പേജിൽ എഴുതാൻ പറ്റുന്ന ഒരു ചെറിയ ഗ്രന്ഥമാണ് ഖുർറത്തുൽ ഐൻ മുഹിമ്മാത്തുദ്ദീൻ. അതിന് ഞാൻ എഴുതുന്ന വിവരണമാണ്. വിവരണം കൂടിയപ്പോഴാണ് ഇത്ര കട്ടിയായത്. അപ്പോ ആ വിവരണം എന്റെ തന്നെ കിതാബ് ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ എന്നതിൽ കിതാബിന് എഴുതുന്ന ഒരു ചെറിയ ശറഹാണ്. യുബയ്യിനുൽ മുറാദ, അതിലെ ഉദ്ദേശങ്ങളെയെല്ലാം ഈ ശറഹ് വിവരിച്ചു തരും. വൈതമ്മിമുൽ മുഫാദ, അതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടേണ്ടതും ഗ്രഹിച്ചെടുക്കപ്പെടേണ്ടതുമായ വിഷയങ്ങളെയെല്ലാം ഇത് കുറ്റമറ്റ രീതിയിൽ വിവരിച്ചു തരും. വയുഹസ്സുലുൽ മഖാസിദ, അതിൽ ലക്ഷ്യമാക്കി ഉദ്ദേശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെയൊക്കെയും ഇത് നല്ലവണ്ണം നിങ്ങൾക്ക് കരസ്ഥമാക്കി തരും. വയുബ്രിസുൽ ഫവായിദ, അതിൽ ഹൃദയഹാരിയായിട്ട് പറയുന്ന നല്ല നല്ല മസലകളെയെല്ലാം ഇത് വെളിപ്പെടുത്തി തരും ഈ ശറഹ്. ആ കിതാബിന്റെ അകത്തുള്ളതെല്ലാം ഇത് വെളിപ്പെടുത്തി നല്ല കാര്യങ്ങൾ വിവരിച്ചു തരുന്നതാണ്. വസമ്മൈതുഹു ബിഫത്ഹിൽ മുഈൻ ബിശർഹി ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ, ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ എന്ന കിതാബിന്റെ ശറഹായിട്ട്
അള്ളാഹുവായ മുഈനായ അള്ളാഹു തആല തുറന്നു തന്നത്, അള്ളാഹുവിൽ നിന്ന് തുറന്നു കിട്ടിയത് എന്നാണ് ഞാൻ ഇതിന് പേര് വെച്ചത്. അതാണ് ഫത്ഹുൽ മീൻ എന്ന പേര്. പടച്ചോ മനസ്സിന് തുറന്നു തന്നതാണ് ഈ കിതാബിന്റെ ശറഹ് എന്നാണ്. ഒറ്റയ്ക്ക് വിചാരിച്ച് എഴുതിയതല്ല, ഞാനൊരു കിതാബുകാരനാണെന്ന് വിചാരിച്ച് എഴുതിയതല്ല, എങ്ങനെയെങ്കിലും എഴുതിയതല്ല. അള്ളാഹു തുറന്നു തന്നതാണ് ഇങ്ങനൊരു കിതാബ് എഴുതാനും ഒരു വിവരണം എഴുതാനുമുള്ള ഈ വിചാരം അള്ളാഹു തആല തുറന്നു തന്നതാണ്. അതിന് അൽ ഇൽഹാം എന്ന് പറയും. വലിയ വലിയ മഹാന്മാർക്കും ഔലിയാക്കന്മാർക്കും കിട്ടുന്ന ഈ സന്ദേശം വഹിയല്ല. വഹി അമ്പിയാക്കന്മാർക്കല്ലേ ഉണ്ടാവുള്ളൂ. ഔലിയാക്കന്മാർക്കും മഹാത്മാക്കൾക്കും ഇങ്ങനൊന്നും കിട്ടിയാൽ അതിന്റെ പേര് ഇൽഹാം, നല്ല നിലക്കുള്ള അള്ളാഹു നൽകുന്ന സന്ദേശമാണ്. ആ സന്ദേശപ്രകാരമാണ് ഞാൻ ഈ കിതാബിൽ എഴുതിയത്. ഈ കിതാബിന് പേര് വെച്ചതെന്നാ പറയുന്നത്. വഅന അസ്അലുല്ലാഹൽ കരീമൽ മന്നാൻ, ഔദാര്യം ചെയ്യുന്ന, പ്രതിഫലങ്ങളൊന്നും സ്വാർത്ഥതകളൊന്നുമില്ലാതെ ഉദാരമായി എല്ലാ നന്മകളും ചെയ്യുന്ന അള്ളാഹുവിനോട് ഞാൻ പ്രത്യേകം ചോദിക്കുന്നു, ഈ കിതാബ് കൊണ്ട് ഉപകാരം എല്ലാവർക്കും വ്യാപകമാക്കണമെന്ന്. ലിൽ ഹാസ്വത്തി, വലിയ വലിയ മൂല്യന്മാരാവുന്ന ആലിമീങ്ങൾക്കും, വൽ ആമ്മത്തി, പൊതുജനങ്ങൾക്കും. അപ്പൊ പൊതുജനങ്ങൾക്കും ഉപകാരം കിട്ടണം, ഹാസത്തിനും ഉപകാരം കിട്ടണം എന്നാണ് ഈ കിതാബ് കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ചത്. അതിൽ ആ ഹാസത്തിന്റെ ഉപകാരം മൂലം ഇങ്ങനെ കോളേജിലും ദുർസിലും കയറ്റി പഠിച്ച് നേടുന്നുണ്ട്. ഞമ്മക്കാർക്ക് ഈ ഉപകാരം കിട്ടിയിട്ടില്ലല്ലോ. ഫത്ഹുൽ മീൻ ഓതി കൊണ്ടുള്ള ഉപകാരം ഇത് മൂപ്പർ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ട് ആദ്യം തന്നെ ആമുഖത്തിന് കുറിച്ചതാണ്. ഹാസത്തിനും ആമ്മത്തിനും. ആമ്മത്ത് എന്നല്ല സാധാരണക്കാര്, ഹാസത്ത് എന്നല്ല മൂല്യന്മാര്. അപ്പൊ പണ്ഡിതന്മാർക്കും കിട്ടണം, സാധാരണക്കാർക്കും കിട്ടണം. മിനൽ ഇഖ്വാൻ, അവരൊക്കെ അള്ളാഹുവിന്റെ ദീനിൽ എന്റെ സഹോദരന്മാരാണ്. എന്റെ സഹോദരന്മാരായ മൂല്യന്മാർക്കും പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ഉപകാരം വ്യാപകമാക്കണമെന്ന്. നിർഭയത്വത്തിന്റെ വീടായ സ്വർഗത്തിൽ, ഫിർദൗസ് എന്ന അതിലെ മുന്തിയ സ്വർഗത്തിൽ എന്നെ അള്ളാഹു പ്രവേശിപ്പിക്കണം എന്നും ഞാൻ അള്ളാഹുവിനോട് യാചിക്കുന്നു. അള്ളാഹു അവരെ ആ ഫിർദൗസിൽ തന്നെ അവരുടെ മോഹം പോലെ പ്രവേശിപ്പിക്കട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു തആല ആ ഫിർദൗസിൽ തന്നെ പ്രവേശിപ്പിക്കട്ടെ. ഇന്നഹു അക്രമു കരീം വഅർഹമു റഹീം. എല്ലാ ഉദാരന്മാരിലേക്കും വലിയ ഉദാരനും, എല്ലാ ഗുണം ചെയ്യുന്ന റഹ്മത്തുള്ളവരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനും റഹ്മത്തുള്ളവനുമാണ് അള്ളാഹു തആല. ആ അള്ളാഹു എന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞ് ഇതിന്റെ ആമുഖം അവരവസാനിപ്പിക്കണം. ഇനി അവര് മത്തനിന്റെ ബിസ്മിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ക്ലാസ് നടക്കുന്ന വിധത്തിൽ ഇറങ്ങും. ഒരു കിതാബാകുമ്പോ അതിന്റെ ആമുഖത്തിൽ ചിലപ്പോൾ നമുക്ക് വിഷയമില്ലാതെ ഈ പദങ്ങളെ സംബന്ധിച്ച ഒരു വിവരണമൊക്കെ ഉണ്ടാവും. ആ വിവരണം കൂടി ലേശം കേൾക്കേണ്ടി വരും. ഏതായാലും ഇത് ഓതുകയാണല്ലോ, കുറഞ്ഞ നിലയിൽ കേട്ട് ബാക്കി നമ്മുടെ വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആദ്യത്തിൽ വരുമ്പോൾ കിതാബിന്റെ വിവരണം ലേശം ഉണ്ടാവും. അള്ളാഹിന്റെ റസൂലിനെയും ദീനിനെയും പറ്റിയൊക്കെ ലേശം പരിചയപ്പെടുത്തും. അതൊക്കെ ഈ ജീവിതത്തിൽ തന്നെയാണ് പോകുക. ഈ പറഞ്ഞ മാതിരി തന്നെ എല്ലാം മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മഹാനവറുകൾ പ്രാർത്ഥിച്ചതുപോലെ പണ്ഡിതന്മാർക്കെന്ന പോലെ സാധാരണക്കാർക്കും ഈ കിതാബിന്റെ ഉപകാരം അല്ലാഹു തആല വ്യാപകമാക്കട്ടെ. അതിനുവേണ്ടിയുള്ള നമ്മുടെ ശ്രമം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ജാമിഅ നടത്തുന്ന ഈ ശ്രമം അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. ഇതിന്റെ കൂടെ പഠിച്ചുകൊണ്ട് ഇതേ ജാമിഅ നൽകുന്ന വജ്ര ജൂബിലി ആഘോഷത്തിന്റെ സമാപനത്തിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് നേടാൻ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതിന് പറ്റുന്ന തരത്തിലുള്ള വിവരവും അറിവും അല്ലാഹു അവർക്ക് തുറന്നു കൊടുത്ത പോലെ നമ്മുടെ ഈ മനസ്സിലേക്ക് അല്ലാഹു തആല തുറന്നു നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ